ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയുടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലേ. ഏകദേശം ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഈ വീക്ക്ലി വീഡിയോസാണല്ലോ നമ്മുടെ ചാനലിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതായത് ബ്രോ ടൈപ്പിലോട്ട് വരാൻ സാധിക്കാതെ, അതായത് എന്തെങ്കിലും കാരണം മുഖാന്തരം, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഫീസ് മുഖാന്തരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കാരണം ബ്രോ ടൈപ്പിലോട്ട് വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ചാനലായിരുന്നു ഈ ഒരു ചാനൽ മെയിൻലി പർപ്പസ് ചെയ്തിട്ടുണ്ടായത്. അതായത് നമ്മൾ ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇവിടെ എന്താണുള്ളത്, ആ ഒരു സ്റ്റെപ്സ്, ഒരു വെബ് ഡെവലപ്പർ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, ഒരു എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഇട്ട് പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 21ാമത്തെ വീക്ക് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാനൊരു ബ്രേക്ക് ആയി. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി ഞാൻ ഈ 21 വീക്കിന് ശേഷം വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ബോർഡിംഗ് വീക്കിലാണ്. അതായത് 21 കഴിഞ്ഞ് 22 പ്രൊജക്റ്റോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 22 എന്ന് പറയുന്നത് പ്രൊജക്റ്റ് പ്ലാനിങ് വീക്കാണ്. പിന്നെ 27 വീക്ക് വരെ ഉണ്ട് പ്രൊജക്റ്റ്. അതായത് 27 എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഹോസ്റ്റിംഗ് വീക്കാണ്. അപ്പോൾ ഈ 22 മുതൽ 27 വരെയുള്ള വീക്ക് നമ്മളൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ 27ാമത്തെ വീക്ക് കഴിഞ്ഞ് ഇപ്പോൾ 28 അല്ലെങ്കിൽ ബോർഡിംഗ് വീക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് 22ാമത്തെ വീക്ക് മുതൽ, അതായത് പ്രൊജക്റ്റ് പ്ലാനിങ് വീക്ക് മുതൽ പ്രൊജക്റ്റ് ഹോസ്റ്റിംഗ് വീക്ക്, അതായത് 27ാമത്തെ വീക്ക് വരെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പോവുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തത്, ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്തെല്ലാം ടെക്നോളജീസാണ് പുതുതായിട്ട് എൻ്റെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തത്, എന്താണ് എൻ്റെ പ്രൊജക്റ്റ് എന്നും അങ്ങനെ ഒരു ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് ഈ ഒരു വീഡിയോ മുഖാന്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒട്ടും വൈപ്പിക്കാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് 22ാമത്തെ വീക്ക്. ഞാൻ ഓൾറെഡി 21 വീക്ക് വരെയുള്ള എല്ലാ വീക്കിൻ്റെ വീഡിയോസും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേലിസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും കൊടുക്കുക. അതായത് ഫസ്റ്റ് വീക്ക് HTML വീക്ക് മുതൽ 21ാമത്തെ ഫുൾ ഡൊമെയിൻ വീക്ക് വരെയുള്ള കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഒരു വെബ് ഡെവലപ്പർ ജേണി, മേൺ സ്റ്റാക്കിൽ വെബ് ഡെവലപ്പർ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഈ പ്രോട്ടോടൈപ്പിലോട്ട് വരാൻ സാധിക്കാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ സാധിക്കാതെ സ്വന്തമായിട്ട് സെൽഫ് ലേൺ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസ് കാണുക. അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 21ാമത്തെ വീക്ക് എന്ന് പറയുന്നത് ഫുൾ ഡൊമെയിൻ വീക്കായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രൊജക്റ്റിലോട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയോ ഇവിടെ ഐ ടാഗിലോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു പ്ലേലിസ്റ്റും കൊടുക്കുക. ഫസ്റ്റ് പ്രൊജക്റ്റാണ് ഇ-കൊമേഴ്സ് ആയിരുന്നു ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇ-കൊമേഴ്സ് പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതും തന്നെ ഏകദേശം 6 വീക്കാണ്. അതായത് ഞാൻ കറക്റ്റ് നോക്കുകയാണെങ്കിൽ 7ാമത്തെ വീക്ക് മുതൽ 12ാമത്തെ വീക്ക് വരെ, അങ്ങനെ 6 വീക്കായിരുന്നു ആ ഫസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 22ാമത്തെ വീക്ക് മുതൽ 27ാമത്തെ വീക്ക് വരെയാണ് മേൺ സ്റ്റാക്കാർക്ക്. ഇനി അത് പൈത്തൺകാരുടെ കേസിലാണെങ്കിൽ അവർക്ക് 23ാമത്തെ വീക്ക് മുതൽ 28ാമത്തെ വീക്ക് വരെ 6 വീക്ക് തന്നെയാണ് പ്രൊജക്റ്റ് ഉള്ളത്. പൈത്തൺകാർക്ക് എവിടെയോ ഒരു വീക്ക്, ഒരു ജാങ്കോൻ്റെ വീക്കോ ഏതൊരു വീക്കോ ഒന്ന് പ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഏതാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 22ാമത്തെ വീക്ക് മുതൽ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് സ്ലൈഡ്, ഞാൻ ചെയ്ത സ്ലൈഡുകൾ, ഞാൻ ചെയ്ത പ്രൊജക്റ്റിൻ്റെ ചെറിയ ചെറിയ സാമ്പിൾസൊക്കെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവാം. പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഓരോന്നിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈ ചെയ്താണ്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഞാൻ യൂട്യൂബിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താ ഒരു ലാഗ് ആക്കിയിട്ടുള്ളൂ. ഞാൻ ലിങ്ക്ഡിനിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എവിടെ എത്തി, ഐ മീൻ എൻ്റെ പ്രൊജക്റ്റ് എങ്ങനെ നിൽക്കുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക്ഡിൻ്റെ ലിങ്ക് ഇവിടെ താഴത്തൊക്കെ കൊടുക്കുക. അപ്പോൾ ലിങ്ക്ഡിൻ പോയിട്ട് എല്ലാവരും കണക്ട് ചെയ്യുക, ഞാൻ തിരിച്ചും കണക്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് 22ാമത്തെ വീക്കായിട്ടുള്ള പ്രൊജക്റ്റ് പ്ലാനിങ് വീക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഐഡിയ പരമാവധി യുണീക്ക് ഒരു ഐഡിയ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് ബ്രോടൈപ്പിൽ ആലോചിച്ചാൽ മനസ്സിലാവും. ഏകദേശം 2000 സംതിങ് സ്റ്റുഡൻസ് ബ്രോടൈപ്പിൽ മാത്രം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2000 സംതിങ് സ്റ്റുഡൻസും പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റൊക്കെ പാടെ യുണീക്ക് ആവണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഒക്കെ വെറൈറ്റി പ്രൊജക്റ്റാണ് ഉണ്ടാവും. ചിലത് ഒരേ മാതിരി പ്രൊജക്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ പരമാവധി നിങ്ങൾ യൂണീക്കായിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് എടുക്കുക. പരമാവധി യൂണീക്കായിട്ടുള്ള പ്രൊജക്റ്റ് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതാ വെച്ചാൽ അത് വൃത്തിക്ക് ചെയ്യുക. അതാണ് നമ്മളെ പ്രൊജക്റ്റ് കൊണ്ടുള്ള മെയിൻ പർപ്പസ്. അതായത് എല്ലാവിധ പ്രിൻസിപ്പിൾസ്, ഓൾഡ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ അത്, നിങ്ങൾ ഏതെങ്കിലും പാറ്റേണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കിടെക്ചർ യൂസ് ചെയ്താൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്ട്രക്ചറായിട്ട് ചെയ്യുക. ആ ആർക്കിടെക്ചർ തന്നെ ഫോളോ ചെയ്ത് ചെയ്യുക. അതിന് ബ്രേക്ക് വരാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫീച്ചേഴ്സ് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 22ാമത്തെ വീക്കിൽ മെയിനായിട്ട് നമുക്ക് ഇടുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഫിഗ്മ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ഡിസൈന് ഫിഗ്മയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഡിസൈന് ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യുക. പിന്നെ API ഡോക്യുമെൻറ്റേഷൻ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ API ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക. അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ പോകുന്ന ഓരോ APIs ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ സ്പെസിഫൈ ആയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്തു വെക്കുക. അത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബാക്ക് എൻഡ് ആയിരിക്കും ഫസ്റ്റ് കോഡ് ചെയ്യുക.
അപ്പോൾ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് നിങ്ങൾ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഫ്രണ്ട് എൻഡ് പതുക്കെ കോഡ് ചെയ്തിട്ട് കോഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് എൻഡ് ആയിരിക്കും കോഡ് ചെയ്യുക. അപ്പോൾ ബാക്ക് എൻഡിൽ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു API ഡോക്യുമെൻറ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ഞങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ്മാനിൽ ചെയ്യാം. അങ്ങനെ കുറേ അതിനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. പോസ്റ്റ്മാൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഒന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ നിങ്ങൾക്ക് ചെയ്യാം. ഇനി API നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മാൻ്റെ ഒരു എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. VS Code തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ചെയ്യാം. ഞാൻ ഇവിടെ വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. ഓക്കെ, പിന്നെ നമ്മൾ ഫിഗ്മ പറഞ്ഞു, API ഡോക്യുമെൻറ്റേഷൻ, പിന്നെ ഡാറ്റാബേസ് ഡിസൈൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെല്ലാം ഡാറ്റാസ് നിങ്ങൾ പ്രൊജക്റ്റിൽ ഉണ്ടാവും, എന്തെല്ലാം ഡാറ്റാസ് ഒരു സ്ട്രക്ചറായിട്ട് കളക്ഷനായിട്ട് നിൽക്കണം, അങ്ങനത്തെ എന്തെല്ലാം എത്ര ഡോക്യുമെൻറ്റ്സ് ആൾ വേണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനത്തെ മൊത്തം ഡോക്യുമെൻറ്റേഷൻ അതായത് ഈ ഡാറ്റാബേസ് ഡിസൈൻ മൊത്തത്തിൽ നോക്കണം. എത്ര കളക്ഷൻസ് ഉണ്ടാവണം, ഈ യൂസർ കളക്ഷൻ എങ്ങനത്തൊക്കെ കണക്ഷൻ വേണം, അങ്ങനത്തെ മൊത്തം ഒരു 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 കളക്ഷൻ ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഈ ഫിഗ്മ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രൊജക്റ്റിന് അനുയോജ്യമായിട്ടുള്ളത് വേണം ഉണ്ടാക്കാൻ. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് ചെയിൻവേഴ്സ് എന്നാണ്. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് ചെയിൻവേഴ്സ്. ഫുൾ പേര് പറയുകയാണെങ്കിൽ ചെയിൻവേഴ്സ് എ Web3 ഇക്കോസിസ്റ്റം. എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മെയിൻലി ഈ Web3 അതുപോലെ ബ്ലോക്ക് ചെയിൻ കോൺസെൻട്രേറ്റ് ആണ്. അതായത് ഈ Web2 ഇല്ല എന്നല്ല, Web2 ഉണ്ട്, അതുപോലെ തന്നെ Web3 രണ്ടും കൂടി മിക്സാണ്. ഒരു ഓവർവ്യൂ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു Web3യുടെ ഒരു എക്കോസിസ്റ്റം മൊത്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിലിപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ബ്ലോക്ക് ചെയിനിലും അതുപോലെ തന്നെ Web3 പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് ഈ പാൻകേക്ക് സ്വാപ്പ്, യൂണിസ്വാപ്പ്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആളുണ്ട്. അപ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെപ്പോളിയ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. എതീറിയത്തിൻ്റെ ടെസ്റ്റ് നെറ്റാണ് ഈ സെപ്പോളിയ എന്ന് പറയുന്ന ടെസ്റ്റ് നെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മെയിൻലി എൻ്റെ പ്രൊജക്റ്റ് മൊത്തമായിട്ട് ചെയ്തിട്ടുള്ള ഈ ടെസ്റ്റ് നെറ്റിലാണ്. അത് മെയിൻ നെറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വലിയ പണിയില്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് നെറ്റിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് നല്ല പിടിക്കും. അപ്പോൾ ടെസ്റ്റ് നെറ്റിൽ നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിനാണല്ലോ നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മളിപ്പോൾ റാസർപേ ആണെങ്കിലും സ്ട്രൈപ്പ് ആണെങ്കിലും ഒക്കെ ടെസ്റ്റാണ്, അതായത് ടെസ്റ്റ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് നെറ്റ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നമ്മൾ എൻ്റയർലി എൻ്റെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ആ ഒരു വീക്ക് എത്തുമ്പോൾ പറയാം. അപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എൻ്റെ കയ്യിലുണ്ട്. ഒരു NFT മാർക്കറ്റ് പ്ലേസ് എൻ്റെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ്. അപ്പോൾ NFT മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് അറിയാത്തവരോട് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. പിന്നെ എൻ്റെ പ്രൊജക്റ്റിൽ മെയിനായിട്ടുള്ള സാധനം ഒരു കമ്മ്യൂണിറ്റി സെക്ഷൻ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഈ കമ്മ്യൂണിറ്റി സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മിനി ട്വിറ്ററാണ്, ഒരു ട്വിറ്റർ പ്ലാറ്റ്ഫോം. പക്ഷേ ട്വിറ്റർ പ്ലാറ്റ്ഫോമിലേറെ കുറച്ചും കൂടി ചില ഫീച്ചേഴ്സ് അതിലേറുണ്ട്, പക്ഷേ ട്വിറ്ററിൻ്റെ അത്ര ഒരിക്കലും എത്തില്ല കേട്ടോ അത്. അതായത് യൂസർ ടു യൂസർ മെസ്സേജ് സംഭവിക്കാം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ഒരു ഗ്രൂപ്പ് നമ്മൾ ടെലിഗ്രാമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പിൽ അഡ്മിൻസ് വന്നാണ്ട് ഗ്രൂപ്പ് മെസ്സേജുകൾ ഇടാം. അഡ്മിൻ്റെ ചാനലുണ്ട്, അപ്പോൾ ചാനലിൽ മെസ്സേജ് ഇടാം. പിന്നെ ചെയിൻ കാസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ മീറ്റ് വരാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരുണ്ടല്ലോ, ഇവർക്കൊരു ഒരു ഗൂഗിൾ മീറ്റ് മാതിരി ഒരു സംഭവം തുടങ്ങാം. അപ്പോൾ ബാക്കിയിൽ ഈ ഗ്രൂപ്പിലുള്ള യൂസേഴ്സിനൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു ക്വസ്റ്റ് സെക്ഷനാണ്. ഈ ക്വസ്റ്റ് സെക്ഷൻ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗിവ് അവേ ടൈപ്പാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി അഡ്മിൻസ് ഉണ്ടാവുമല്ലോ, ഈ അഡ്മിൻസിന് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റുകൾ പ്രപ്പോസ് ചെയ്യാം. ആ ക്വസ്റ്റിനുകൾക്ക് സ്പെസിഫിക് റിവാർഡുകളും കൊടുക്കാം. അപ്പോൾ ആ ക്വസ്റ്റിൽ നൽകിയിട്ടുള്ള സ്പെസിഫിക് ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ യൂസേഴ്സ് എത്രത്തോളം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ റിവാർഡ് ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ഷൻ മെത്തേഡുകളുണ്ട്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് മെത്തേഡ്, അങ്ങനെ പല പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിനനുസരിച്ച് ഈ റിവാർഡ്സ് ഈ നോർമൽ യൂസേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് വല്ല മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ രീതി കറക്റ്റ് അല്ല. എനിക്കിപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യലല്ല ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ പ്രൊജക്റ്റിലോട്ട് നല്ല രീതിക്ക് പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ വീക്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയൊരു സംഭവമാണ്. അതായത് ഞാൻ ഒരു അവിടെ ഇവിടെയൊക്കെ ചെറുങ്ങനെ മാത്രം നോളജ് ഉണ്ടാക്കിയിട്ട് വലിയൊരു പ്ലാൻ ഉണ്ടാക്കി പോയി. പ്ലാനിങ് വീക്ക് പാസ്സായി, പക്ഷേ പ്രൊജക്റ്റിലെത്തിയപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ഞാൻ കുറേ ടൈം എടുത്തു എന്നുള്ളതാണ്. അതാണ് ഇത്രത്തോളം കാലം എടുത്തത് ഞാൻ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. ഞാനത് മൊറാലിസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ മൊറാലിസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ അവർ ഈ മൊറാലിസിൻ്റെ ഒരു സ്വന്തമായിട്ടൊരു API ഉണ്ട്, ഒരു പബ്ലിക് API ഉണ്ട്. അപ്പോൾ ആ API വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്, ആ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ എൻ്റെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഒരു API എടുത്ത് ചെയ്യാൻ ഇപ്പോൾ എല്ലാവർക്കും കഴിയുമല്ലോ, അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ട, സ്വന്തമായിട്ടൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ കോഡ് എഴുതിയിട്ട് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് എഴുതിയിട്ട് ആ കോൺട്രാക്റ്റിനെ ഡിപ്ലോയ് ചെയ്തിട്ട് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും കുറച്ച് കോയിൻസും ഒക്കെ ഉണ്ടായിട്ട് ഒരു സ്വാപ്പബിൾ മെത്തേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത പുതിയ ലാംഗ്വേജാണ് സോളിഡിറ്റി എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പോൾ സോളിഡിറ്റി ജാവാസ്ക്രിപ്റ്റിനോട് ഏകദേശം വളരെ സിമിലർ ആണ്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന് ഇപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. പിന്നെ EVM ചെയിനാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനാണ് ഈ സോളിഡിറ്റി യൂസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് സൊളാന ഡെവലപ്മെൻ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റസ്റ്റ് എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഉണ്ട്. റസ്റ്റ് ഒട്ടുമിക്ക പേരും റസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സൊളാന ഡെവലപ്മെൻ്റ് അല്ല, നമ്മൾ മെയിനായിട്ട് EVM അങ്ങനത്തെ ഒരു ചെയിനുള്ള ഡെവലപ്മെൻ്റ് ആണ്. അതായത് പോളിഗണ്, ബേസ്, ആർബിട്രം, അതുപോലെ തന്നെ എഥീറിയം, അങ്ങനത്തെ കുറച്ച് ചെയിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സെപ്പോളി എഥീറിയത്തിലാണ്. അപ്പോൾ സോളിഡിറ്റിയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് മനസ്സിലായി. സോ ഞാൻ എന്ത് ചെയ്തു, സോളിഡിറ്റിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. സോളിഡിറ്റി കുറേയൊക്കെ പഠിച്ച് സ്വന്തമായിട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സോളിഡിറ്റിയുടെ പ്രോഗ്രാംസിനെയാണ് നമ്മൾ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഈ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ API എടുത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അവിടേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും പണിയുണ്ട്, ഇത് കുറേ ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയൊന്നും മനസ്സിലാക്കണമെന്നില്ല. ഞാൻ പ്രൊജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ പ്ലാനിങ് വീക്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാറ്റേണിലാണ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഏത് ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ബോധേഡല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും ക്ലീൻ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും റെപ്പോസിറ്ററി പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ട്, കുറേ പേര് മൈക്രോ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക, അപ്പോൾ നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എനിക്ക് ഒരുപാട് ടൈം അവിടെയും പോയി. കാരണം അതിൻ്റെ ഒരു റെപ്പോസിറ്ററി പാറ്റേണിലാണ് ഇപ്പോൾ ചെയ്തത്. അതിൻ്റെ ഒരു ഫ്ലോ ആ സോളിഡ് പ്രിൻസിപ്പിളും റെപ്പോസിറ്ററി പാറ്റേണും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് ആദ്യം മനസ്സിലാവണം. അതായത് ഇൻ്റർഫേസ് ഉണ്ടാക്കണം, ഈ അബ്സ്ട്രാക്ഷൻ ലെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് നിങ്ങൾ പ്ലാനിങ് വീക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഫസ്റ്റ് വീക്ക് ആയില്ല, 23ാമത്തെ വീക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി സിമ്പിളാവും. പിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുടെ ഗിറ്റബ് റെപ്പോസിറ്ററി ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, റെഫറൻസ് യൂസ് ചെയ്ത് കോഡ് ചെയ്ത് തുടങ്ങാം. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നില്ലാന്ന് വെച്ചാൽ ആരുടെയെങ്കിലും പ്രൊജക്റ്റ് കഴിഞ്ഞ ആരുടെയെങ്കിലും റെപ്പോസിറ്ററി ഒക്കെ എടുത്തിട്ട് ആ റെഫറൻസ് എടുത്തിട്ട് അതിന് കോഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാമെന്ന് കേട്ടില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള പ്ലാൻ വീക്കിലുള്ളത്. മെയിനായിട്ട് നിങ്ങളൊരു ഫിഗ്മ ഡിസൈൻ ഉണ്ടാക്കുക നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ. എൻ്റെ പ്രൊജക്റ്റിൽ 3 സൈഡുകളാണുള്ളത്. അതായത് നമ്മൾ യൂസർ റോള്, അഡ്മിൻ റോൾ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ യൂസർ റോള്, അഡ്മിൻ റോള്, കമ്മ്യൂണിറ്റി അഡ്മിൻ റോള്, ഇങ്ങനെ 3 റോളുകൾ മാത്രമാണ് എൻ്റെ പ്രൊജക്റ്റിലുള്ളത്. എനിക്കത് കൂടുതൽ വലുതാക്കാമായിരുന്നു, പക്ഷേ ഇനി വലുതാക്കി ഞാൻ ഇനിയും നീളുമെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഞാൻ ആ 3 റോളുമ്പോൾ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ മൂന്ന് റോളുകളുടെ ഡിസൈൻ നിങ്ങൾ ഉണ്ടാക്കണം. ഈ 3 റോളുകളുടെ API ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കണം. പിന്നെ മൊത്തത്തിലുള്ളൊരു ഡാറ്റാബേസ് ഡിസൈൻ ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾ ഈ ഒരു എത്ര വീക്ക് കൊണ്ട് നിങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നുള്ള ഒരു കംപ്ലീറ്റ് PDF ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 23ാമത്തെ വീക്കിലോട്ട് കിടക്കാം. 23ാമത്തെ വീക്കിൽ 22ാമത്തെ വീക്ക് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് റിവ്യൂവർ ആയിരിക്കും 23ൻ്റെ ടാസ്കുകൾ തരിക. അപ്പോൾ 23ൽ എനിക്ക് മെയിനായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് ഈ ഒതൻറ്റിക്കേഷൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്ന്. അപ്പോൾ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ഉണ്ടായിരുന്നു. യൂസർ ഒതൻറ്റിക്കേഷൻ JWT വെച്ചിട്ടാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസറെ ലോഗിന്, യൂസറെ സൈൻ അപ്പ്, OTP വെരിഫിക്കേഷന്, ഫോർഗോട്ട് പാസ്വേഡ്, റീസെറ്റ് പാസ്വേഡ്, പിന്നെ അഡ്മിൻ ലോഗിന്, അഡ്മിൻ്റെ റീസെറ്റ് പാസ്വേഡ് ഫോർഗോട്ട് പാസ്വേഡ് ചെയ്തിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റി അഡ്മിൻ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിറ്റി അഡ്മിൻ എന്ന് പറഞ്ഞൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി അഡ്മിന് ഡയറക്റ്റായിട്ട് സൈനപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഈ കമ്മ്യൂണിറ്റി അഡ്മിന് ഒരു ഫോം ഫില്ല് ചെയ്യണം. എൻ്റെ ഞാൻ ആ ഫോം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോകാം. അപ്പോൾ ആ ഫോമിൽ ഓരോന്നോരോന്നായി കമ്മ്യൂണിറ്റി അഡ്മിൻ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് OTP ഒക്കെ അടിച്ച് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് പോയാൽ ഈ ഫോമിൻ്റെ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ഡയറക്റ്റായിട്ട് അഡ്മിന് ചെല്ലും. അപ്പോൾ അഡ്മിൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ വെരിഫൈ ചെയ്യും. അതായത് ഈ കമ്മ്യൂണിറ്റി അഡ്മിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ റൂൾസ് കൊടുക്കാനുണ്ടാവും, എന്തിനാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ മൊത്തം കാര്യങ്ങൾ വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ അഡ്മിൻ വെരിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ അഡ്മിൻ വെരിഫൈ ചെയ്ത് മാത്രമേ ഈ കമ്മ്യൂണിറ്റി അഡ്മിൻ എന്ന് പറയുന്ന ഒരു അഡ്മിൻ ക്രിയേറ്റ് ആവുകയുള്ളൂ. എന്തെങ്കിലും മാത്രമേ ഈ അഡ്മിൻ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഫസ്റ്റ് വീക്കിൽ ടാസ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിലെ ടാസ്ക് വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് ആ വീക്ക് ഞാൻ വേഗം പാസ്സായി പോയി. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് വീക്കിൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തതെന്ന് പറയുന്നത് ആ ഒരു പാറ്റേൺ, റെപ്പോസിറ്ററി പാറ്റേൺ അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്തത്. പക്ഷേ അത് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് പ്രൊജക്റ്റ് നീങ്ങി. ഇനിയാണ് എൻ്റെ മുന്നിലോട്ടുള്ള അടുത്ത ചലഞ്ച് 24ാമത്തെ വീക്ക്. ഞാൻ ആലോചിച്ചു 23ാമത്തെ വീക്ക് വലിയ ടാസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 24ൽ കുറച്ച് തോനെ ടാസ്ക് എടുക്കുക, കുറച്ച് അധികം ടാസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ 24ൽ എന്തൊക്കെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എൻ്റെ ഡെക്സ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, NFT മാർക്കറ്റ് പ്ലേസ്, യൂസർ പ്രൊഫൈല്, ഈ പ്രൊഫൈൽ റെഫറൽ, പോയിൻ്റ് ക്ലെയിമിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ കുറച്ച് തോനെ ടാസ്കുകൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു 24ാമത്തെ വീക്കിലെടുത്തു. ഈ 24ാമത്തെ വീക്കിൽ അത് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഒട്ടുമിക്ക വീക്കുകളും ഞാൻ ടൈം കുറേ നഷ്ടമായത് ഈ ഒരു വീക്കിലാണ്, 24ാമത്തെ വീക്കിലാണ്. കാരണം ഡെക്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഈ സോളിഡിറ്റി കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ചത് ഈ ഒരു വീക്കിലാണ്. പക്ഷേ ഞാൻ പഠിച്ചെടുത്തു. സോളിഡിറ്റിയിൽ കോഡ് എഴുതി. സോളിഡിറ്റിയിൽ ഞാൻ കോഡ് എഴുതിയത് എൻ്റെ ഡെക്സിൻ്റെ കോഡ് എഴുതി, കോയിൻസിൻ്റെ കോഡ് എഴുതി,
NFT മാർക്കറ്റ് പ്ലേസിൻ്റെ കോഡ് എഴുതി. പിന്നെ NFT മാർക്കറ്റ് പ്ലേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കുറേ പുതിയ പ്ലാറ്റ്ഫോമുകൾ പഠിച്ചു. അതായത് IPFS പിനാട്ട, അതായത് NFTയുടെ മെറ്റഡാറ്റ മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംഭവമാണ് അത് IPFS പിനാട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ വാൾട്ട് ഇൻ്റഗ്രേഷൻ നമുക്ക് കുറേ JS അങ്ങനെ വാൾട്ട് ഇൻ്റഗ്രേഷൻ കുറേ ജാവാസ്ക്രിപ്റ്റ് മൊഡ്യൂളുണ്ട്. പക്ഷേ ഞാൻ തേർഡ് വെബ് എന്ന് പറയുന്ന ഒരു SDK ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേർഡ് വെബിൻ്റെ SDK യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക ഫ്ലെക്സിബിളാണ് അവരുടെ SDK എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് വാൾട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വാൾട്ട് കണക്ട് ചെയ്യാം. പല വാൾട്ട് മെത്തേഡ് കണക്ഷൻ മെത്തേഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ Web3 പ്ലാറ്റ്ഫോമിൽ അറിയാത്തവർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവണമെന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പ്രിവ്യൂ ഇങ്ങനെ പാസ് ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീക്കിൽ ചെയ്തത്. ഒന്ന് കംപ്ലീറ്റ് ഡെക്സ് ഉണ്ടാക്കി. ഒരു യൂസർക്ക് അയാളുടെ വാൾട്ട് ഉണ്ടെങ്കിൽ ആ വാളറ്റ് നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് വാൾട്ട് കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്ത വാളറ്റ് വെച്ചിട്ട് ആ വാളറ്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ യൂസർക്ക് എന്ത് ചെയ്യാം, ഈ വാളറ്റിൽ മുഖാന്തരം യൂസർക്ക് കോയിൻസ് പർച്ചേസ് ചെയ്യാം, ഈ കോയിൻസ് സെല്ല് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം. അതിൻ്റെ ഒരു മൊത്തം ഓവർവ്യൂ അവിടെ അങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, ലൈവ് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്വാപ്പിംഗ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. യൂസർക്ക് ഈ സെപ്പോളി എതേറിയ നമ്മളെ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് യൂസർക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിക്വിഡിറ്റിനെ കുറിച്ചൊന്നും അറിയാത്തവരുണ്ടാവും, അറിയാത്തവർ അറിയണമെന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ കോയിൻസ് പർച്ചേസ് ചെയ്യാൻ റിയൽ മണി വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റാസർ പേൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ്. റാസർ പേൻ്റെ ടെസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാസർ പേ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ സെപ്പോളിയക്ക് റിയൽ പൈസ ഇല്ലല്ലോ, അപ്പോൾ ഞാൻ റിയൽ ഇതീറിയത്തിൻ്റെ പ്രൈസ് കൺവേർഷൻ വെച്ചിട്ടാണ് ആ API യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വീക്കിൽ വേറൊരു കാര്യം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സെക്ഷൻ. അതായത് അഡ്മിൻ സൈഡിൽ നിന്ന് യൂസർക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് സെക്ഷനെ കാട്ടി കൊടുക്കുക. അതായത് ഇപ്പോൾ അഡ്മിന് തീരുമാനിക്കുകയാണ് യൂസർക്ക് BTC ബിറ്റ്കോയിൻ്റെ ചാർട്ടും റിയൽ ടൈം പ്രൈസൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അഡ്മിനിൽ നിന്ന് ഇവിടെ ചെന്നിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് യൂസർ സൈഡിൽ മാർക്കറ്റ് സെക്ഷനിൽ ബിറ്റ്കോയിൻ ആഡ് ആയിരിക്കും. റിയൽ ടൈം പ്രൈസും റിയൽ ടൈം ചാർട്ടും അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പ്രൈസ് ഫെച്ച് ചെയ്തിട്ടുള്ളത് ബിനാൻസിൻ്റെ ഫ്രീ API ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പ്രൈസ് ഫെച്ച് ചെയ്തത്. അപ്പോൾ ഗ്രാഫിനുള്ള ഡാറ്റാസ് വെച്ച് ചെയ്തിട്ടുള്ളത് CoinGecko എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ API നിന്നാണ്. അപ്പോൾ അത് ഫ്രീ ആണ്, ആ API ഫ്രീ ആണ്. പക്ഷേ ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ APIൻ്റെ കീ ID ഉണ്ട്, അത് കിട്ടുള്ളൂ. ബിനാൻസിൻ്റെ API തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ബിനാൻസിൻ്റെ API വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ബിനാൻസിൻ്റെ APIൻ്റെ ഇത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് റിയൽ ടൈം പ്രൈസ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, റിയൽ ടൈം പ്രൈസ്, പിന്നെ റിയൽ ടൈം കോയിൻസൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള മെയിനായിട്ട് ഈ വീക്കിൽ ഞാൻ ഡെക്സ് ഉണ്ടാക്കി, ഒരു NFT മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി, ഒരു മാർക്കറ്റ് ഉണ്ടാക്കി, പിന്നെ യൂസർ പ്രൊഫൈൽ എഡിറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ, പിന്നെ റഫറൽ സിസ്റ്റം, റെഫർ ചെയ്ത പോയിന്റ് കയറുന്നത്, പിന്നെ ഡെയിലി ചെക്കിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീക്കിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെയിനായിട്ട് എൻ്റെ പ്രൊജക്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ്. എങ്ങനെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യണം എന്നാണ്. നിങ്ങൾ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഈ പാറ്റേണെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റിലായിരിക്കും കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ ടൈപ്പ് സ്ക്രിപ്റ്റ് തന്നെ ചെയ്തത്. ഞാൻ ഇപ്പോൾ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് Next.js ആണ്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. Next.js നിങ്ങൾക്ക് വേണമെങ്കിൽ റിയാക്ട് തന്നെ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ 24ാമത്തെ വീക്ക്, അങ്ങനെ ഏകദേശം 1.5 മാസത്തോളം എടുത്തു 24ാമത്തെ വീക്ക് കഴിയാം. പിന്നെ നമ്മൾ 25ാമത്തെ വീക്കിലോട്ട് എത്തി. 25ാമത്തെ വീക്കിൽ എനിക്ക് അത്യാവശ്യം തോന്നെ ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് മനസ്സിലാക്കി, 24ാമത്തെ വീക്കിലാണ് ഒരു പൊട്ടത്തരം കാട്ടിയല്ലോ, കുറേ ടൈം അവിടെ പോയല്ലോ, കുറേ ടൈമും എൻ്റെ അവിടുത്തെ വീക്ക് പാക്കും കുറേ പോയി. അപ്പോൾ ഞാൻ 25ാമത്തെ വീക്ക് എത്തിയപ്പോൾ അത്യാവശ്യം തോന്നെ ടാസ്കുകളുണ്ട്. ഞാൻ നേരെ പ്രോട്ടോടൈപ്പിലുള്ള QA ടീമിനെ പോയി കണ്ടു. അപ്പോൾ QA ടീമിൽ പറഞ്ഞു എൻ്റെ പ്രൊജക്റ്റ് ഇത്ര വലുതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ QA ടീം എനിക്ക് എന്ത് ചെയ്തു, എക്സ്ട്രാ വീക്സ് അലോട്ട് ചെയ്ത് തന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ 25ാമത്തെ വീക്കിൽ മെയിനായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷൻ ആയിരുന്നു, അതിൻ്റെ ബിൽഡപ്പ് ആയിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഞാൻ മെയിനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ യൂസർ ടു യൂസർ ചാറ്റിങ്, അതുപോലെ തന്നെ യൂസർ ടു യൂസർ ഫോളോ, അങ്ങോട്ട് ഫോളോ ഇങ്ങോട്ട് ഫോളോ, യൂസർക്ക് പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കമ്മ്യൂണിറ്റി അഡ്മിൻസിൻ്റെ സൈഡിലോട്ട് വന്നാൽ അവിടെ കുറച്ച് ഞാൻ കൂടുതലായിട്ട് ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റി സെക്ഷനാണ് ഞാൻ ഈ ഒരു വീക്കിൽ മെയിനായിട്ട് ചെയ്തത്. പിന്നെ 26ാമത്തെ വീക്ക് എന്ന് പറയുന്നത് കംപ്ലീഷൻ വീക്കായിരുന്നു. ഈ കംപ്ലീഷൻ വീക്കിൽ ഞാൻ ക്വസ്റ്റും പിന്നെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ ലൈവ് ലിങ്ക് ഞാൻ ഗിറ്റബിൽ റെപ്പോസിറ്ററി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ ലിങ്ക്ഡിനിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പ്രൊജക്റ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. പിന്നെ എൻ്റെ ഗിറ്റബിൽ പോയി നോക്കിയാൽ ഞാനൊരു ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഐഡിയ കിട്ടും. ആ പ്രൊജക്റ്റിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, ട്വിറ്ററിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഞാൻ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇനി വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ മറക്കേണ്ടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ
നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി. അപ്പോൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റിയിൽ അറിയുന്നവരുണ്ട്, അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാറുണ്ട്. അതായത് അങ്ങോട്ട് കൊണ്ട് സഹായിക്കാറുണ്ട് അവർ. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഡൗട്ട് ഇട്ടു, അപ്പോൾ വേറൊരു ക്ലിയർ ചെയ്യും. പിന്നെ വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റി നമ്മൾ ഈ ഒരു ടെലഗ്രാം മുഖാന്തരം ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക. ഓക്കെ, നമ്മൾ കംപ്ലീഷൻ വീക്കിനെ കുറിച്ച് പറഞ്ഞു. കംപ്ലീഷൻ വീക്കിൽ നിങ്ങൾ മൊത്തം ടാസ്കും ക്ലിയർ ചെയ്തിട്ട് വേണം കംപ്ലീഷൻ വീക്കിലോട്ട് പോകാൻ. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നിട്ട് വേണം നിങ്ങൾ കംപ്ലീഷൻ വീക്ക് പാസ്സായിട്ട് വേണം നിങ്ങൾ ഹോസ്റ്റിംഗ് വീക്കിലോട്ട് ചാടാം. ഓക്കെ, അപ്പോൾ ഹോസ്റ്റിംഗ് ഞാനിപ്പോൾ കുറേ പേര് ഈ മൈക്രോ സർവീസിൽ ചെയ്തവരുണ്ടാവും, കുറേ പാറ്റേൺ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡോക്കറൈസേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഡോക്കറൈസ്, CI/CD ഇതൊക്കെ ഫസ്റ്റ് മുതൽ തന്നെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഹോസ്റ്റിംഗ് വീക്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ CI/CD ഡോക്കറൈസേഷനൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുക. ഹോസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഹോസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഒരു ഡോക്യുമെൻറ്റേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഹോസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയൊക്കെയാണ് ഹോസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മെയിനായിട്ട് നമ്മൾ പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പ്രൊജക്റ്റിൻ്റെ ഓരോ വീക്കുകളെ കുറിച്ച് പറഞ്ഞു, അതായത് 4 വീക്കുകളെ കുറിച്ച് പറഞ്ഞു, ഹോസ്റ്റിങ്ങിനെ കുറിച്ചും പറഞ്ഞു, മൊത്തം 6 വീക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നേരെ ടെലഗ്രാമിൽ കയറി കമ്മ്യൂണിറ്റിയിൽ കയറി ചോദിക്കാം, ലിങ്ക്ഡിനിൽ കയറി ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, ട്വിറ്ററിൽ മെസ്സേജ് അയക്കാം, ഇനി വാട്സപ്പ് നമ്പറും കൊടുക്കുക, അതിലും മെസ്സേജ് അയക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രശ്നസ് അല്ലാതെ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറ്റ വിട്ടുപോയി, AI ഇംപ്ലിമെൻറ്റേഷൻ. നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും എന്തെങ്കിലും ഒരു AI ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രൊജക്റ്റിൽ AI ഇൻറ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ മെയിനായിട്ട് 3 സ്ഥലത്താണ് AI ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് നോർമൽ നമ്മളെ ചാറ്റ് ബോട്ട്, നമ്മളെ പ്രൊജക്റ്റിനെ കുറിച്ച് എൻ്റെ ഐഡിയ കൊടുത്തിട്ട് അത് ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു നോർമൽ ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ആ ഒരു ഐഡിയ ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ലാങ്ചെയിൻ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ലാങ്ചെയിൻ ഉപയോഗിച്ചിട്ട് ഒരു ഏജൻറ്റിക് AI ഉണ്ടാക്കിയിട്ട് നേരെ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ് ക്രിയേഷൻ. അതായത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മാനുവലി ക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗീവ് അവേ ടൈപ്പാണ്. അത് കമ്മ്യൂണിറ്റി അഡ്മിൻ എന്ത് ചെയ്യാം, മാനുവലി ക്രിയേറ്റ് ചെയ്യാം. അത് AI വെച്ച് AIനോട് ഡയറക്റ്റ് ചാറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് ഡയറക്റ്റ് ചാറ്റ് ചെയ്തിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ പ്രിവ്യൂ ഞാനിവിടെ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒരുപാട് നിങ്ങൾക്ക് ഫ്രീ AI ഇൻറ്റഗ്രേഷൻ്റെ APIs കിട്ടും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ജെമിനിയുടെ 2.5 ഫ്ലാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡെയിലി ടോക്കൺ ലിമിറ്റ് ഉണ്ട്, പക്ഷേ എന്നിരുന്നാൽ കൂടി അത് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഓപ്പൺ AI കിട്ടും, കുറേ AI മോഡൽസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിർത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മെയിനായിട്ട് എല്ലാ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, AI ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, കറക്റ്റ് സ്ട്രക്ചറിൽ ഫോളോ ചെയ്ത് പോവുക. നിങ്ങൾ സോളിഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വലുതാക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തും ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ചേരാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, താങ്ക് യു.